electronic heat capacity. Electronic heat capacity, that is CE. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി പ്രകാരം ലാറ്റിസിൻ്റെ എനർജി എന്ന് പറയുന്നത് that is equal to 3 NkB into T, where Kb is the Boltzmann constant, N is the total number of electron, T is the temperature. അപ്പോൾ ക്ലാസിക്കൽ തിയറി പ്രകാരം ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഇതാണ്. ഇലക്ട്രോണിക് എനർജി എന്ന് പറയുന്നത് ലാറ്റിസിൻ്റെ എനർജിൻ്റെ പകുതിയായിരിക്കും. ദാറ്റ് ഈസ് 3/2 NkB into T എന്നതായിരിക്കും ഇലക്ട്രോണിക് എനർജി വരുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഇലക്ട്രോണിക് എനർജി എന്ന് പറയുന്നത് ഇസ് എ 50% ഓഫ് ലാറ്റിസ് എനർജി. ലാറ്റിസ് എനർജിൻ്റെ 50% മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് എനർജി വരുന്നത്. ദിസ് ഡിറൈവ്ഡ് ഫ്രം ദ തിയററ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത ഒന്നാണ് ഈ ഒരു കാര്യം. പക്ഷേ എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, എക്സ്പെരിമെൻ്റലി വി ക്യാൻ ഗെറ്റ് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് 1% ഓഫ് ലാറ്റിസ് എനർജി. അതായത് 50% 1% മാത്രമാണ് എന്ത് വരുന്നത്, ഇലക്ട്രോണിക് എനർജി വരുന്നത് ലാറ്റിസ് എനർജീൻ്റെ. ഈ ഒരു ഡിസ്ക്രിപ്പൻസി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിക്കൽ തിയറീനെ മാറ്റിയിട്ട് പകരം ക്വാണ്ടം തിയറി, അതായത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഡിസ്ക്രിപ്പൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഇതിനെ എന്ത് ചെയ്യുന്നു, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്ക്രിപ്പൻസി എന്ത് ചെയ്യും, മാറുന്നുണ്ട്. ഫെർമി ഈ കേസിൽ നമുക്ക് ഫെർമിൻ്റെ തിയറിറ്റിക്കലി നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 ദ ഇലക്ട്രോണിക് heat capacity is approach to 0 and temperature is very low temperature and finite. ആണെങ്കിൽ ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദിസ് ഈസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ടാണ് ഈ കിട്ടിയിട്ടുള്ളത്. എക്സ്പെരിമെൻ്റൽ റിസൾട്ട് പ്രകാരം 0 ടെമ്പറേച്ചർ 0 കെൽവിൻ ആവുന്ന സമയത്ത് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ടും ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ എന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ഇനി നമ്മൾ ടെമ്പറേച്ചറിന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാണ് ഫ്രം ദ അബ്സല്യൂട്ട് 0. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യില്ല, ഒരു ഗിവൺ എനർജി കിട്ടണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ഗെറ്റ് എനർജി KBT എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് എനർജി കിട്ടണമെങ്കിൽ മൊത്തം പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യില്ല, എനർജി കിട്ടുന്നില്ല. കുറച്ച് പാർട്ടിക്കിൾസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രോൺസിന് മാത്രമാണ് ഈ എനർജി കിട്ടുന്നത്. എപ്പോൾ, വെൻ ഹീറ്റ് ഈസ് സപ്ലൈഡ്. അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഫെർമി ലെവലിലേക്ക് എക്സൈറ്റഡ് ചെയ്യും, തെർമലി എക്സൈറ്റഡ് അവിടെ സംഭവിക്കും. അതായത് നമുക്കൊരു ഇലക്ട്രോണിക് ഈച്ച് കിട്ടാണ്. ഈ ഈച്ച് കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പർട്ടിക്കുലർ എനർജി ഇലക്ട്രോൺസിന്, മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് എന്ന് പറയാം, ഓൾ ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റില്ല, മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ഗെറ്റ് എനർജി അപ്രോച്ച് ടു KB into T. ദിസ് ഇലക്ട്രോൺ ക്യാൻ ബി എക്സൈറ്റഡ്, അല്ലെങ്കിൽ എക്സൈറ്റഡ് തെർമലി എക്സൈറ്റഡ് ചെയ്യും എന്ത്, ഈ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സപ്പോസ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി, അതായത് ഇലക്ട്രോൺസ് കിട്ടുകയാണെന്ന് വിചാരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് N ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഇലക്ട്രോൺസിനും എന്ത് കിട്ടുന്നില്ല, ഈ ഒരു എനർജി കിട്ടുന്നില്ല. ഒരു ഫ്രാക്ഷൻ എനർജിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ഫ്രാക്ഷൻ എനർജി എന്ന് പറയുന്നത് N/TF എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ
100 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. അതിൽ 10% പാർട്ടിക്കിൾസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ എനർജി കിട്ടുന്നത്. അപ്പോൾ T/TF എന്ന് പറയുന്നത് 10%. അങ്ങനെയാണെങ്കിൽ N/T/TF എന്ന് പറയുന്നത് എത്ര വരും? 10 ഇലക്ട്രോൺസ്. 10 ഇലക്ട്രോൺസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, T എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സം ഇലക്ട്രോൺസ് ഇൻ എ സോളിഡ് will be excited thermally to the Fermi level. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റേർണൽ എനർജി നമ്മൾ കാണുന്നത് U = N/kB/T എന്നാണ്. പക്ഷെ ഇവിടെ എല്ലാ ഇലക്ട്രോൺസിനും എന്തില്ല, എനർജി കിട്ടുന്നില്ല. ഈ ഇത്രയും എന്താ പറയുക നമ്പേഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എനർജി കിട്ടുന്നത്. സോ N/T/TF, ദിസ് ഈസ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി എക്സൈറ്റഡ് ലെവൽ ഇൻറ്റു KB/T. ഇതായിരിക്കും നമ്മുടെ എന്ത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ∂U/∂T ദാറ്റ് ഈസ് ഈക്വൽ ടു N/T/TF. ഇവിടെ T/TF നമ്മൾ എടുക്കാൻ ദിസ് എ ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് N/T/TF നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടത്. KB ഇൻറ്റു ടെമ്പറേച്ചറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഫ്രം ദിസ് ഇനി ഇവിടെ നോക്കാം, ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് ഈ ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ആ ടെമ്പറേച്ചർ ഇവിടെ എന്ത് ചെയ്തു, ഡിഫറൻഷ്യൽ ചെയ്തു പോയി. പക്ഷേ ഈ ഒരു ഫ്രാക്ഷൻ വരുന്ന ടെമ്പറേച്ചർ, ഈ ഫ്രാക്ഷൻ നിർണ്ണയിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിന് എന്താണ്, ഇത് പ്രൊപ്പോർഷണലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻ്റ് ആണ്. ഇത് T/TF എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് T. അപ്പോൾ ഇത് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് കിട്ടുന്ന N/T/TF ഓഫ് KB എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ്സ് എ ഓർഡർ എന്ന് എഴുതാം, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. ഓക്കെ, ഫ്രം ദിസ് C ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് N/T/TF. എത്ര ഇലക്ട്രോൺസിനാണോ എനർജി കിട്ടുന്നത് അതിൻ്റെ നമ്പറിന് പ്രൊപ്പോർഷണലാണ്. ആ നമ്പർ കിട്ടുന്നത് എപ്പോഴാണ്, ഫോർ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോഴാണ്. സോ ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദിസ് റിസൾട്ട് ഈസ് വെരി ക്ലോസ് ടു ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. കാരണം നമുക്ക് എക്സ്പെരിമെൻ്റലി വി ക്യാൻ ഗെറ്റ് ദ ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. Theoretically, we can get electronic heat capacity is directly proportional to temperature. So these two results will be hold. Okay. ഇനി നമുക്ക് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ കറക്റ്റ് റിലേഷൻ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫെർമി ഇലക്ട്രോൺ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഈച്ച് ചെയ്യാണ് ഫ്രം 0 Kelvin ടു T Kelvin. അതായത് 0 അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിമെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഈച്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്തത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റും, ദാറ്റ് ഈസ് U/T മൈനസ് U/0. ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഏത് ടെമ്പറേച്ചർ വരെയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈച്ച് ചെയ്യുന്നത്, ആ ടെമ്പറേച്ചറിൽ നിന്ന് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലുള്ള ഇൻറ്റേർണൽ എനർജി സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിന് നമുക്കൊരു ഈ രീതിയിലേക്ക് മാറ്റാം. DU is equal to integral from 0 to infinity epsilon small d epsilon f of E. ഇന്റേണൽ എനർജിൻ്റെ റിലേഷൻ ആണ് 0 to infinity എന്നുള്ളത്, മൈനസ് 0 to infinity d epsilon small d epsilon f of E എന്നിങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു ഇൻ്റഗ്രേഷൻ നോക്കാം. ഫ്രം 0 to infinity ഇതൊരു ലോ ടെമ്പറേച്ചർ 0 ടെമ്പറേച്ചറിലുള്ള ഒരു എക്സ്പ്രഷനാണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം 0 കെൽവിനിൽ മാക്സിമം ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുക ഏത് വരെ ആയിരിക്കും,
ഫെർമി എനർജി ലെവൽ അല്ലെങ്കിൽ ഫെർമി ലെവൽ വരെ ആയിരിക്കും മാക്സിമം എനർജി എന്ത് ചെയ്യുക ഒക്യുപ്പൈ ചെയ്യുക അറ്റ് 0 കെൽവിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 0 കെൽവിനിൽ മാക്സിമം ഒക്യുപ്പൈ ചെയ്യുന്നത് ഫെർമി ലെവലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ നമുക്ക് എന്താ വെക്കാം, ഇൻ്റഗ്രൽ 0 to എപ്സിലോൺ എഫ് എന്നുള്ള ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാം. Upon this Fermi level, there is no electron will be exist. So integral can be changed from 0 to infinity to 0 to Fermi level. Okay. അതുപോലെ തന്നെ നമുക്കറിയാം 0 to Fermi ലെവലിലെ എഫ് ഓഫ് ഇയുടെ വാല്യൂ എന്നാണ് നമ്മൾ സ്റ്റെപ്പ് എന്താ പറയുക 0 കെൽവിനിൽ എന്താണ് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ 0 മുതൽ എപ്സിലോൺ എഫ് വരെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം ബിയോണ്ട് എപ്സിലോൺ എഫ് ഫെർമി ലെവൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എഫ് ഓഫ് ഇ ഫോർ പർട്ടിക്കുലർ എനർജി ഇൻ്റർവെൽ വിൽ ബി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രലിന് നമുക്ക് അല്ലെങ്കിൽ ഈ മൊത്തം ഇൻ്റഗ്രലിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി യു ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എപ്സിലോൺ d epsilon small d epsilon f of e minus integral 0 to epsilon f epsilon d epsilon small d epsilon. This is equation number 1. f of e യുടെ വാല്യൂ എന്തായിട്ട് പോയി 1 ആയിട്ട് പോയി ഫോർ എ പർട്ടിക്കുലർ ഇൻ്റർവെൽ. ബിയോണ്ട് ദിസ് വൺ എഫ് ഓഫ് ഇ ഈക്വൽ ടു 0 ബിക്കോസ് ഫെർമി ലെവൽ എന്ന് പറയുന്നത് വിത്ത് ഡിപ്പെൻഡ്സ് ഓൺ ഫെർമി എനർജി എന്താണ് ഇസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി we have n is equal to total number of particles can be calculated from this equation integral 0 to infinity density of function into Fermi Dirac distribution function into d epsilon എന്നതാണ്. ഇതിനെ ഞാൻ ഫെർമി ലെവൽ കൊണ്ട് ഞാൻ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്തേക്ക് കൊടുത്തു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി d epsilon f epsilon d epsilon എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ദെൻ സി ഇലക്ട്രോൺ അതായത് ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു ഡിവൈഡ് ബൈ ഡി ടി. എങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഡി യു ബൈ ഡി ടി എന്ന് പറയുന്നത് ഫ്രം ദിസ് ഇക്വേഷൻ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇവിടെ ഡി യു ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി ഡിഫറൻഷ്യൽ ചെയ്താൽ മതി. സോ എപ്സിലോൺ ഡി എപ്സിലോൺ സ്മോൾ ഡി എപ്സിലോൺ ഡി എഫ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി ടി മൈനസ് 0 വരാൻ കാരണം ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ബിയോണ്ട് അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ. ഇത് ടെമ്പറേച്ചർ 0 കെൽവിൻ്റെ സമയത്തുള്ള എനർജിയാണ്. സോ അതെന്തായിരിക്കും 0 ആണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ഡി ബൈ ഡി ടി ഓഫ് എപ്സിലോൺ എഫ് എൻ. ഇക്വേഷൻ നമ്പർ 2നെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിഫറൻഷ്യൽ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് എപ്സിലോൺ എഫ് ഡി എപ്സിലോൺ എഫ് ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്നുള്ള കേസ് നമുക്ക് എന്തായിട്ട് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എപ്സിലോൺ എഫ് ഡി എപ്സിലോൺ സ്മോൾ ഡി എപ്സിലോൺ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കിട്ടും. ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എനർജി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി ഫെർമി എനർജി കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. പക്ഷെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോർമുല ഇതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാവുന്നത് ഇക്വേഷൻ നമ്പർ 3 - 4 ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 - 4 എന്താ വരുന്നത് സി ഇലക്ട്രോൺ എന്നുള്ളത് ദാറ്റ് സി ഇലക്ട്രോൺ ഈ ഇക്വേഷൻ ഇതും നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നു. അതുപോലെ ഈ രണ്ട് ഇക്വേഷനും സമ്മേഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ സി ഇലക്ട്രോൺ മൈനസ് 0 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡി എപ്സിലോൺ കോമൺ ആണ്, സ്മോൾ ഡി എപ്സിലോൺ കോമൺ ആണ്
എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് എന്ന് വരും, ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് വരും. ഓക്കെ, ഇയർ ഡി ഇ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ എഫ് ഓഫ് ഇ ഈക്വൽ ടു എന്താണ് 1 ഡിവൈഡഡ് ബൈ ഫംഗ്ഷൻ ഓഫ് എനർജി 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഫസ്റ്റ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ് ടി സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി അല്ലേ. ഓക്കെ, കെ ബി ഇൻറ്റു ടി സ്ക്വയർ, ഇവിടെ മൈനസും വരും. ഓക്കെ, റിലേഷൻ ഇങ്ങനെ വരും. അതായത് ഇംപ്ലിസിറ്റി ഫംഗ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡഡ് ബൈ കെ ബി ഇൻറ്റു ടി സ്ക്വയർ, മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി, ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി, ദെൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി സ്ക്വയർ. അതുപോലെ തന്നെ ഇതാണ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഓക്കെ, ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഈ റിലേഷൻ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി ഇലക്ട്രോൺസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എപ്സിലോൺ സ്മോൾ ഡി എപ്സിലോൺ. സ്മോൾ ഡി എപ്സിലോണിന് പകരം എന്ത് കൊടുക്കാം? ഈ ഇക്വേഷൻ കൊടുക്കാം, കെ ബി ഇൻറ്റു ടി ഇൻറ്റു ഡി എക്സ്. പിന്നെ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഉണ്ട്, അതിന് ഓക്കെ ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി ഉണ്ട്. അപ്പോൾ അതിന് പകരം ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടിക്ക് പകരം ഈ സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും കിട്ടുക. സി ഇലക്ട്രോൺസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എപ്സിലോൺ സ്മോൾ ഡി എപ്സിലോണിന് പകരം കെ ബി ഇൻറ്റു ടി ഡി എക്സ്, ദെൻ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എഫ് ഇൻറ്റു ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു കെ ബി ടി സ്ക്വയർ ഉണ്ട്. ഞാൻ കേക്ക് കൂടി സ്ക്വയർ കൊടുക്കുകയാണ്. ടി സ്ക്വയർ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനിവിടെ കെ സ്ക്വയർ കൊടുത്തു. ഓക്കെ, ദെൻ പിന്നെ ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി ആണ്. അതിൽ എപ്സിലോൺ ഓൾറെഡി എഴുതി കെ ബി ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നിങ്ങനെ കിട്ടും. ഇനി നോക്കാം, ഇത് എസ് സ്ക്വയർ ആണ് ഫ്രം ദിസ് ഇക്വേഷൻ. അപ്പോൾ റിലേഷൻ നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. സി ഇലക്ട്രോൺസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എപ്സിലോൺ കെ ബി സ്ക്വയർ ഇൻറ്റു ടി എസ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും ഈ റിലേഷന്. സി ഇലക്ട്രോൺസ് ഈക്വൽ ടു ദിസ് വൺ. ഇനി ഇവിടെ നോക്കാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ടേം എല്ലാം കോൺസ്റ്റൻ്റ് ആണ്.
അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എപ്സിലോൺ കെ ബി സ്ക്വയർ ടി integral 0 to infinity s square e raised to x divided by e raised to x plus 1 whole square dx. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ നമുക്ക് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 ഡി എപ്സിലോൺ കെ ബി സ്ക്വയർ ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും റിലേഷൻ. ഇനി ഡി എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ഫെർമി എനർജി ലെവൽ n ഡിവൈഡഡ് ബൈ എപ്സിലോൺ എഫ് എന്ന് എഴുതാം ഫെർമി എനർജിൻ്റെ ടേംസിൽ. അങ്ങനെയാണെങ്കിൽ ഫെർമി എനർജി ലെവൽസിൻ്റെ താഴെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഫെർമി എനർജിയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ദിസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 3 n ഡിവൈഡഡ് ബൈ എപ്സിലോൺ എഫ് കെ ബി സ്ക്വയർ ഇൻറ്റു ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ 3/2 n ഡിവൈഡ് ബൈ ഇ എഫ് ആണ്. സോറി, അപ്പോൾ 3/2 ഇവിടെ ഫ്രണ്ടിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 n കെ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ എഫ് ഇൻറ്റു ടി. This is the C electron. From this, C electron is directly proportional to temperature. It is called the experimental result. Where TF is equal to Fermi temperature is equal to 2 EF divided by pi square n kb square എന്നതാണ്. അങ്ങനെയാണെങ്കിൽ in terms of Fermi temperature we can write T divided by TF. ഓക്കെ, ഫെർമി ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കേസിൽ എന്ത് വരുന്നത്, ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ റിലേഷൻ വരുന്നത്. അപ്പോൾ ഈ റിലേഷൻ ഓർത്ത് വെക്കുക. ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 n kb square divided by Fermi energy into temperature. This is the relation for the electronic heat capacity. ഒരു ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ റിലേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് തെർമൽ കണ്ടക്ടിവിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ നമുക്ക് ഇലക്ട്രോണിക് തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ലാറ്റിസ്, അതായത് ഫോണോൺസിൻ്റെ കേസിലും ഇലക്ട്രോൺസിൻ്റെ കേസിലും തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ റിലേഷൻ എന്തുണ്ട്, നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ രണ്ട് റിലേഷനും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയ്ഡ്മാൻ ഫ്രാൻസ് ലോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ റൂളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.